ഒക്ടോബർ മാസം തിരുസഭ പരിശുദ്ധ അമ്മയിലും ജപമാല ഭക്തിയിലും ആഴപ്പെടുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന മാസം. AD 1200 യൂറോപ്പിലെ പാഷണ്ഡതയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വിശുദ്ധ ഡൊമിനിക് എന്നും പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ തന്നെയാണ് നന്നറിഞ്ഞ മറിയമേ സുസ്തി എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തത്. ആ ജപമാല പ്രാർത്ഥന ഹൃദയത്തിലേറ്റിക്കൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി യൂറോപ്പിലെ പാഷണ്ഡത അപ്രത്യക്ഷമാവുകയും ചെയ്തു. 1569 5-ാം പിയൂസ് പാപ്പയാണ് ജപമാലയെ ഔദ്യോഗികമായി അംഗീകരിച്ചത്. അങ്ങനെ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നിവിടെ ധ്യാന വിഷയമാക്കുന്നത് സർദന മാതാവാണ്. തെക്ക് പടിഞ്ഞാറ് സംസ്ഥാനങ്ങളെ ഒട്ടുമിക്കവരും അറിയാത്തൊരു മാതാവാണ് സർദന മാതാവ്. ഉത്തർപ്രദേശിലെ മീററ്റ് നഗരത്തിൽ നിന്നും 19 കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു സ്ഥലമാണ് സർദന. അവിടെയാണ് ബസലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗ്രേസസ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ബീഗം സമരു എന്ന മുസ്ലിം യുവതി യൂറോപ്യൻ സൈനികനായ വാൾട്ടർ സോംബറിയെ വിവാഹം ചെയ്യുകയും കത്തോലിക്ക വിശ്വാസം സ്വന്തമാക്കി ജോവാന എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. 1851 തന്റെ ഭർത്താവിന്റെ മരണശേഷം പരിശുദ്ധമ്മയുടെ നാമത്തിൽ ഒരു ദേവാലയം പണി കഴിപ്പിച്ചു. ആ ദേവാലയമാണ് ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗ്രേസസ്. 1961 ഡിസംബർ 13-ാം തീയതി ജോൺ 23-ാമൻ മാർപ്പാപ്പ ഈ ദേവാലയത്തെ ബസിലിക്കയായി ഉയർത്തി. നോർത്ത് ഇന്ത്യയിലെ ആകെയുള്ള ഒരേയൊരു ബസിലിക്കയാണ് സർദനയിലെ ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗ്രേസസ്. സെപ്റ്റംബർ 8-നാണ് ഇവിടെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇവിടെ 10,000 കണക്കിന് ആളുകൾ UP-യിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിൽ നിന്നും വന്ന് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മുസ്ലിം യുവതി ക്രിസ്ത്യാനിയായി ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചു. നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളായി ജനിച്ചവരാണ്, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരാണ്. ഇന്ന് പ്രത്യേകമായി സർദന മാതാവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെയും മുറുകെ പിടിക്കുവാൻ സർദന മാതാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.